ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഡെസ്ക് മേക്കർ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്ളോഗിൻ്റെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റംദാൻ വരികയാണ്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീട് വൃത്തിയാക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് വൃത്തിയാക്കാൻ ആൾക്കാർ വന്നപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം തട്ടിമുട്ടിയും പൊട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരും ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീട് വൃത്തിയാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം എടുത്ത് ഡെസ്കിൻ്റെ മണ്ടൊക്കെ കയറ്റി വെച്ചപ്പോഴായിരുന്നു ഞാൻ വിചാരിച്ച ഡെസ്ക് മേക്കർ വീഡിയോ ആയിട്ട് ചെയ്താലോ എന്നുള്ളത്. കാരണം ഈ ഒരു ഡെസ്ക് സെറ്റപ്പിൽ കയ്യിലുള്ള സാധനങ്ങളൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡെസ്ക് സെറ്റപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. വേറൊരു ഡെസ്ക് സെറ്റപ്പിൻ്റെ ഇന്ന് ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഡെസ്ക് മേക്കർ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ ഡെസ്കിൽ, അതായത് എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുവിധം പേർക്ക് എൻ്റെ ഡെസ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഓൾറെഡി ഒരു അറിവ് ഉണ്ടാകും. കാരണം എപ്പോഴും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. ഇതിൽ പുതുതായിട്ടൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി കുറച്ച് പുതിയ സാധനങ്ങൾ വരാനുണ്ട്, അതിനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ലണ്ടനിൽ സ്റ്റക്കായി കിടക്കുന്ന കാര്യം. അങ്ങനെ ഇത് നാട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാതും ഒന്നുമില്ല കേട്ടോ, കുറച്ച് സാധനങ്ങൾ മാത്രം. ബാഗേജ് കുറവായിരുന്നു, അതുകൊണ്ട് എല്ലാതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. എന്നാലും കുറച്ച് ചില സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിക്ക് അതെങ്കിൽ അത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ മദർ ലണ്ടനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് നാട്ടിലേക്ക് വന്നപ്പോഴും അത് കൊണ്ടുവന്ന്, അപ്പോൾ ഞാനത് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡെസ്ക് സെറ്റപ്പിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പെഗ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഞാൻ എൻ്റെ ഡിജിറ്റൽ ക്ലോക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ ടോസ്റ്റിൻ്റെ ലാമ്പ്, പിന്നെ മീഷോന്ന് വാങ്ങിച്ച ഒരു കവായി പോലത്തെ ഒരു ലാമ്പ്, പിന്നെ എൻ്റെ പെൻ ഹോൾഡർ, പിന്നെ പെഗ് ബോർഡിൽ ഒരു DIY ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാലണ്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡെസ്ക് ലാമ്പ് ഉണ്ട് കേട്ടോ, അത് മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ഫാഷൻ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ വരയ്ക്കുമ്പോഴും എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. കുഴപ്പമില്ല, കാരണം 100-200 എന്തോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അതിന് ഓക്കെയാണ്, പക്ഷെ പെട്ടെന്ന് ചാർജ് കഴിയും. നമ്മളിങ്ങനെ കീപ്പ് ഓൺ കുത്തിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്കൊരു മാക്സിമം 1 hour ഒക്കെ ലൈറ്റ് നിൽക്കും, പിന്നെ അത് ഡിമ്മാവും. കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കുത്തി വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ നേരം നിൽക്കും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ ചാർജ് കയറ്റണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ 100-200 രൂപക്കും ഇതന്നെ ധാരാളം, അല്ലാണ്ട് നമുക്ക് നല്ല ഹൈ ബ്രാൻഡൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അത്, പിന്നെ ഞാൻ എൻ്റെ പെഗ് ബോർഡ് ഞാൻ വാളിൽ ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ഡെസ്കിൻ്റെ ഏരിയ ഇവിടെ അല്ലായിരുന്നു, എനിക്ക് വേറൊരു വലിയ ഡെസ്കിൻ്റെ ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്ലൈവുഡ് പോലത്തെ ഒരു പീസ് വാങ്ങിയിട്ട് എന്താ പറയുക, എൻ്റെ ആദ്യം ഡെസ്ക് ഇട്ട് അവിടെ വെച്ചിരിക്കുകയാണ്, ഒരു ഡെസ്ക് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് കോളേജിലേക്ക് പഠിക്കാനായിട്ടൊരു ഡെസ്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞു ഡെസ്കിൽ അതൊന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു വലിയ ഡെസ്ക് എന്നുള്ള രീതിക്ക് ഒരു ഡെസ്കിൻ്റെ ഇതും കൂടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പഠിക്കാനുള്ള കാര്യങ്ങളും ബുക്സ് മീൻസ് അങ്ങനത്തെയൊക്കെ എല്ലാ കോളേജിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ. അപ്പോൾ ഞാൻ പെഗ് ബോർഡ് ഇവിടെ വാളിൽ ഫിക്സ് ചെയ്തിട്ടില്ല, അങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെഗ് ബോർഡിൻ്റെ ആക്സസറീസ് ഒന്നും അതുമല്ല വെക്കാൻ പറ്റുന്നില്ല ഇൻ ദ സെൻസ്, അതുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മുന്നോട്ട് പോരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ റീസെൻ്റായി ചെയ്ത ഈ ഒരു കിക്കിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു പൗച്ച്, അത് എവിടെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഈ ഒരു വീഡിയോയിൽ കുറേ ബ്രെയിൻ ഫ്രീസിങ് മൊമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് കുറേ കാര്യങ്ങൾ ഇത് എവിടെ വെക്കണം ആകെ കൺഫ്യൂഷനായിട്ട് ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഡെസ്ക് മേക്കർ പോലെ കിക്കിനെ തോന്നിയിട്ടോ. അതായത് എല്ലാതും ഇവിടെയൊക്കെ വെച്ചിട്ട് എനിക്ക് എല്ലായിടത്തും വെക്കുമ്പോൾ രസമായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ആക്കിയിട്ട് വെക്കണ്ടേ. ഞാൻ ഇതിൽ ഓരോ സാധനങ്ങളും എടുത്ത് പറയാത്തത്, നിങ്ങൾ എന്താ പറയുക, എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് എൻ്റെ ഡെസ്കിലുള്ളത്. അപ്പോൾ അതിങ്ങനെ വീണ്ടും നമ്മൾ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഡെസ്കത്തെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച ഒരു ജേർണൽ ബുക്കും പിന്നെ എൻ്റെ ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതുന്ന ബുക്കുമാണിത്. അപ്പോൾ ഞാനത് എപ്പോഴും യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഡെസ്കിൽ വെക്കണമെന്ന് വിചാരിച്ച്, പിന്നെ ഞാൻ ഇനി ലൈക്കായിട്ട് മറ്റേ ട്രോളി കാർഡ് ഉണ്ടല്ലോ അത് വാങ്ങിക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഡെയിലി കുറേ ബുക്സും അങ്ങനെ ജേർണൽസൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ വെക്കാൻ സ്ഥലമില്ല. വേറൊരു ഡെസ്കും കൂടെ ഉണ്ട് പറഞ്ഞല്ലോ, അതിന്മേൽ കോളേജിലത്തെ ബുക്സും റെക്കോർഡ്സും ഒക്കെ കൂടെ ആയിട്ട് അത് ഫുള്ളാണ്. പിന്നെ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ടയറിൻ്റെ ഓർഗനൈസർ ഉണ്ട്. അപ്പോൾ എല്ലാ ബുക്സും, അതായത് എപ്പോഴും യൂസ് ചെയ്യുന്ന അപ്പോൾ ഈ സ്കോർ ബോർഡ്, പേപ്പർ ട്രിമ്മർ, പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ ഒരു ബോക്സിലിട്ടിട്ട് ടേബിളിൻ്റെ, അതായത് ഡെസ്കിന് താഴെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രോളി കാർട്ട് വാങ്ങിക്കണം വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അത്ര അത്യാവശ്യമൊന്നുമില്ല, നോക്കാം.
പിന്നെ ഞാൻ ഡെസ്കിൽ ആ ഒരു വൈറ്റ് പെൻ ഹോൾഡർ ഉണ്ടോ, പെൻ ഹോൾഡർ ഒന്നല്ല, അതൊക്കെ പെഗ് ബോർഡിൻ്റെ ആക്സസറീസ് ആണ്. അതൊന്നും പെഗ് ബോർഡിൽ വെക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ അതിലിട്ട് വെച്ചിരിക്കുകയാണ്. ഡോംസിൻ്റെ എല്ലാ ബ്രഷ് പെൻസും കൂടെ എൻ്റെ ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡർ ഇടുമ്പോഴൊരു ഭംഗി തോന്നാത്ത പോലെയൊക്കെ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഇതിലിട്ട് വെച്ചു. പിന്നെ ഒരു DIY ആയി ചെയ്തല്ലേ സെക്കൻഡ് പേപ്പർ പറഞ്ഞിട്ടുള്ള ഒരു അതിൽ ഞാൻ എൻ്റെ ടുലിപ്സ് കാര്യങ്ങളൊക്കെ അതിൽ വെക്കാറ്. ടുലിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹാപ്പി ഫ്ലവേഴ്സ് എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാറ്. പക്ഷേ എൻ്റെ ഡെസ്കിൽ എനിക്ക് എന്തോ വെക്കുമ്പോൾ കുറച്ച് കളർഫുള്ളായ പോലെ ഇങ്ങനെ തോന്നുക. അപ്പോൾ ഞാനത് വല്ലാണ്ട് ഇങ്ങനെ വെക്കാറില്ല. അധികം ഞാൻ പറഞ്ഞില്ലേ കോളേജുകൾ കാര്യങ്ങൾ ചെയ്യുന്ന ഡെസ്കുമ്മലാണ് അങ്ങനത്തെ സാധനങ്ങൾ വെക്കാറ്. അതുമേലെ ഒരു വുഡൻ്റെ ഒരു എന്താ പറയുക, ഒരു വുഡൻ ഓർഗനൈസർ ഉണ്ട്. നിങ്ങൾ എൻ്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതും കുറച്ച് ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കോളേജിൽ പഠിക്കുന്ന ഡെസ്ക് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കാര്യമായിട്ട് ഈ ഡെസ്കുമ്മലായതുകൊണ്ടാണ് ഇതിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഞാനൊരു ബ്ലൂ ക്രൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ഫോൺ എന്താ പറയുക ഹോൾഡർ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു എന്താ പറയുക DIY ക്ലിയർ ഫയലാണ്. അതിൻ്റെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ചില്ലറ ജേണൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതും ഡെസ്കിൽ വെക്കുന്നതാണ്. ഞാൻ ഈ നമ്മുടെ വൈറ്റ് ഓർഗനൈസർ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലായിട്ടാണ് വെക്കുന്നത്. അവിടെ കുറച്ചുകൂടെ ടേബിളിൻ്റെ അതായത് നമ്മുടെ ഡെസ്കിൻ്റെ കുറച്ച് സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ അത് അവിടെയാണ് വെക്കാറ്. പിന്നെ ഇതും പെഗ് ബോർഡിലുള്ള ആക്സസറീസിലുള്ള ഒരു സാധനമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ പെൻ ഹോൾഡർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിലാണ് ഇട്ട് വെക്കാറ്. ഇത് ഡോംസിൻ്റെ പാസ്റ്റൽ ബ്രഷ് പെൻസ് ആണ് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് പറയേണ്ട എല്ലാവർക്കും ഒരുവിധം ട്രെൻഡിങ് ആയ പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ ഇത് ക്യാമലിൻ്റെ ബ്രഷ് പെൻസാണ്. ഈ ഒരു 4 കളേഴ്സ് എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ്. അപ്പോൾ അത് ഞാൻ അതിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു റോളർ, പിന്നെ 2 പെന്ന്. ഈ 2 പെന്നിൻ്റെയും കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഓട്ടം ആ ഒരു തീമിന് മാച്ചായിട്ടുള്ള കളേഴ്സ്. അപ്പോൾ അത് ഞാൻ എൻ്റെ മറ്റേ ട്രാൻസ്പെറൻറ്റ് ഓർഗനൈസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇറേസേഴ്സ് ആണ് കേട്ടോ. അതിൽ ഈ പണ്ടൊക്കെ ആരെങ്കിലും GCC എന്നൊക്കെ വരുമ്പോൾ അങ്ങനത്തെ കുറേ കൊണ്ടുവരും. ഞാനൊരു ദിവസം ഒരു സ്റ്റേഷനറി കടയിൽ പോയപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നോസ്റ്റ് അടിച്ചു. അപ്പോൾ അന്ന് വാങ്ങിച്ചതായിരുന്നു. പിന്നെ അതിലൊരു വൈറ്റ് ക്രീസർ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്കോർ ബോർഡിൻ്റെതാണ്. പിന്നെ ആർട്ട് ലൈനിൻ്റെ ഒരു പെന്നും കൂടെ വെച്ചിട്ടുണ്ട്. അതിനിങ്ങനെ ഡൂഡിൽസ് കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ജേർണൽസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അത്. പിന്നെ ഈ ഒരു വൈറ്റ് ഇതിനെന്താ പറയുക, എന്തോ മനസ്സിലായല്ലോ, പ്ലേറ്റ് ആണോ ട്രേ ആണോ എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുന്ന കുറച്ച് സാധനങ്ങൾ, അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വാഷ് ടൈപ്സ് കാര്യങ്ങളൊക്കെ ഇതിലിട്ട് വെക്കാറ്. അപ്പോൾ എൻ്റെ ക്ലൗഡ് കട്ടർ, പിന്നെ ഈ ഒരു ഷാർപ്പനറും അതെൻ്റെ കളർ പെൻസിൽസിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു അപ്സറയുടെ. അപ്പോൾ എനിക്ക് ഭയങ്കര മിനിമൽ ലുക്ക് ഇങ്ങനെ തോന്നി, നല്ലൊരു എസ്തറ്റിക്കാണ് മിനിമൽ ലുക്ക് തോന്നിയപ്പോൾ ഞാൻ അത് പിടിച്ച് ഇതിലിട്ട്. പിന്നെ ഇറേസേഴ്സ്, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലിട്ട് വെക്കാറ്. പിന്നെ നമ്മൾ ജേർണൽസ് എന്തെങ്കിലും ചെയ്യുമ്പോഴും വാഷ് ടൈപ്സ് കാര്യങ്ങളൊക്കെ ഇതിലിട്ട് വെക്കും. പിന്നെ ഈ 2 വാഷ് ടൈപ്പ് ഞാൻ ഈ ഒരു പെഗ് ബോർഡിൻ്റെ ഒരു എന്താ പറയുക ആക്സസറി ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ വാഷ് ടൈപ്സ്, അതായത് എപ്പോഴും യൂസ് ചെയ്യുന്ന വാഷ് ടൈപ്സ് ഒക്കെ ഇപ്പോൾ അതിലാണ് ഇട്ട് വെക്കാറ്. അപ്പോൾ ഇതിൽ ഒരു ഡോട്ടായിട്ട് വരുന്ന വാഷ് ടേപ്പാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഈ ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡറിന് താഴെ ഒരു ഗ്രിഡ് വാഷ് ടേപ്പ് ഉണ്ടോ, അപ്പോൾ അതിൻ്റെ കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ ഡോട്ടുള്ളത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേത് നമ്മൾ ഈ ഒരു മൊറാണ്ടി ആ ഒരു കളേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാഷ് ടൈപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാതും ഞാൻ പറഞ്ഞല്ലോ പെഗ് ബോർഡിൻ്റെ ആക്സസറീസിൻ്റെ ആ ഒരു ബോക്സല്ല കണ്ടെയ്നർ പോലത്തെ ഒരു സാധനം അതിലാണ് ഇട്ട് വെക്കാറ്. പിന്നെ ഈ ഒരു പേപ്പർ സോപ്പ് ഇതൊക്കെ അന്ന് കൗതുകം കണ്ട് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞല്ലോ, അതൊന്നും ഞാൻ ഉപയോഗിക്കാറ് തന്നെ അല്ല. അതൊക്കെ ഞാൻ ഡെസ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതും ഡെസ്കിൽ വെക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അതൊക്കെ ഞാൻ ഈ വൈറ്റ് ഓർഗനൈസറിന് താഴെ ഒരു യെല്ലോ കളറിലുള്ള ക്രൈറ്റ് കണ്ടോ അതിലാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ. കാരണം എന്തെങ്കിലും ആവശ്യം വന്നാലും വിചാരിച്ചിട്ട് അതിലിടും. എന്നാലും ഇങ്ങനെ എന്താ പറയുക അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങളുള്ള പോലെ തോന്നുകയും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഷ് ടൈപ്സ് ഒക്കെ ഇട്ട് വെക്കാറുള്ളത്. ഇതിലെല്ലാതൊന്നുമില്ല, ഞാൻ വാഷ് ടൈപ്സ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഷോ എന്നുള്ള ഒരു ബോക്സ് പോലെ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിലുണ്ട് തോന്നുന്നുണ്ട്, ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിലാണ് ഞാൻ വാഷ് ടൈപ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാറുള്ളത്. ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഈ ജ്വല്ലറി ബോക്സ് പോലത്തെ ഇങ്ങനെ, അതായത് കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നൊരു ടൈപ്പ് ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ്. പിന്നെ എപ്പോഴും അതിന് ഹോളിലാണ് വെക്കാറ്. എൻ്റെ റൂമിലല്ല, ഹോളിൽ എൻ്റെ കുറച്ച് ഓർഗനൈസേഴ്സ് ഉണ്ട്, അതിലാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാറ്. അപ്പോൾ ഇങ്ങനെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഹോളിൽ പോയിട്ട് അതിനെ എടുത്ത് വരുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ കുറച്ച് വാഷ് ടൈപ്സ് എടുത്തിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡെസ്ക് മേക്ക് ഓവർ എന്ന് പറയുന്നത്. കുറേയൊന്നുമില്ല, കാരണം എൻ്റെ എല്ലാ ഡെസ്ക് മേക്ക് ഓവറിലും ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അതിൽ എക്സ്ട്രാ ആയിട്ട് കാണുന്നത് ആ ഒരു DIY കപ്പും, പിന്നെ ഈ ഒരു കീക്കിയുടെ ഡ്രോയിങ്ങും, പിന്നെ ഈ ഒരു
ആമസോണിൽ നിന്നുള്ള പൗച്ചും പിന്നെ ആ ഒരു DIY കാലണ്ടറും അതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ റീസെൻ്റായിട്ട് കാണുന്ന സാധനങ്ങൾ. ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഡെസ്ക് മേക്കർ വേണോ, അതായത് ഈ ഒരു സെറ്റപ്പൊക്കെ മാറ്റിയതിന് ശേഷം. അപ്പോൾ അന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്, അതായത് പോളിൽ. അപ്പം അന്ന് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് റമദാൻ ആവാറായപ്പോഴാണ് അതിനുള്ള സാഹചര്യം സന്ദർഭം ഒത്തു വന്നതെന്ന് പറഞ്ഞില്ലേ. മറ്റേത് ഇങ്ങനത്തെ എല്ലാം കൂടെ ഡെസ്കിൽ നിന്ന് എടുത്ത് ഒഴിവാക്കി പിന്നെ ഇതൊക്കെ കൊട്ടെടുത്ത് കയറ്റി വെക്കണമല്ലോ തോന്നും. ഇപ്പം ഞാൻ എന്തായാലും ഒക്കെ തട്ടി തൂത്ത് വൃത്തിയാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഡെസ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനും. അപ്പോൾ അതിൻ്റെ ബേസിൽ ചെയ്തേ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.